ഏത് ഞാൻ കരുതി ജാക്കറ്റ് ആയിരിക്കും. വാ 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 വാ. ആ ഞാൻ വീഡിയോ എടുക്കട്ടെ. കുറച്ച് നേരം ഇത് പിടിക്കണം കേട്ടോ. ഞാൻ വീഡിയോ എടുക്കട്ടെ. തിരിച്ചു വരുമ്പോൾ ഞാൻ പിടിച്ചോളാം മൊത്തം. എടാ വേഗം കൊടുക്ക്. നമ്മൾ ലാസ്റ്റ് അല്ലേ എപ്പോഴും നമ്മൾ ലാസ്റ്റ്. ഹലോ എല്ലാവർക്കും ട്രാവൽ ഓട്ടോ ബൈക്ക് എഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഗസ്ത്യാർകുടം ട്രക്കിങ്ങിന്റെ 2ാമത്തെ ദിവസമാണ്. നമ്മൾ ബേസ് ക്യാമ്പിൽ നിന്ന് ഇറങ്ങി നേരെ അഗസ്ത്യാർകുടം ഏറ്റവും ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് 8 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. അതും നല്ല 8 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 16 കിലോമീറ്ററിൻ്റെ ഒരു ഹെവി സ്പോട്ടാണ്. അത്രയും കുത്തനെ കയറ്റവും റോപ്പൊക്കെ ഇട്ട് കയറാൻ പറ്റുന്ന ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏറ്റവും മുകളിലെത്തി അഗസ്ത്യാർകുടം ഏറ്റവും വ്യൂ പോയിന്റിൽ ഏറ്റവും ടോപ്പിലെത്തി കഴിഞ്ഞാൽ നമുക്ക് 4 ഡാമുകൾ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതെല്ലാം കണ്ട് 8 കിലോമീറ്റർ തിരിച്ചിറങ്ങി ബേസ് ക്യാമ്പിൽ വന്ന് ഫുൾ റെസ്റ്റ് എടുത്ത് നാളെ രാവിലെയാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ വന്നത്. പക്ഷേ ഇന്നലത്തെ നടത്തം നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നല്ല ഹെവി ആയിരുന്നു. അപ്പോൾ നമുക്ക് പറ്റുന്നില്ല. കാല് നല്ല പെയിനുണ്ട്. ഇന്നലെ ഏകദേശം 18 കിലോമീറ്ററാണ് നടന്നിട്ടാണ് നമ്മൾ ബേസ് ക്യാമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 16ഉം വീണ്ടും ഒരു 18 ഇറങ്ങിയാലാണ് നമുക്ക് താഴെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന സ്പോട്ടിലേക്ക്, അതായത് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 8 കിലോമീറ്റർ നടക്കാനുണ്ട്. ഓക്കെ, എന്നിട്ടാ മറ്റന്മാരില്ലേ പ്രഭു നമുക്ക് எங்கு முடியாது, எங்கு புலி അത് പഴയത്. മൂവങ്ങാനും കൊടുന്നില്ലായിരുന്നെങ്കിലേ ഇവിടെ എന്താ സൂര്യൻ ഉദിക്കുന്നില്ലേ? 7 മണി കഴിഞ്ഞല്ലോ. അവരെന്നിറങ്ങും. കാരണം നമ്മൾ സ്പീഡിൽ തിരിച്ചെത്തണം. ஆமா, இவன் 10 மணி வந்திருக்கான், கடை அடைச்சிருக்கானு. இல்லைன்னா அங்கே என்ன அந்த கண்ட்ரோல் ரூமு அங்கே போய் இது பண்ண இல்லைடா, சார்ஜ் போட்டுக்கலாம்டா. இது ஒன்றும் பிரச்சனை இல்லை. இல்லை, ஏன்னா பவர் பேங்க் இல்லை. இல்லை, பவர் பேங்க் இருக்கு. மேலே போய் நிறைய ஃபோட்டோ எடுக்கணும். ஓகே, சாரி ப்ரூஸ் வந்து சார்ஜ் வாங்கி வச்சிருக்கு.
വാളും വള്ളൽ വല്ലതും ഉണ്ടായിണ്ടോടാ? ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഹനീഫേ, നമ്മൾ ഈ അഗസ്ത്യാർകൂടം കയറി ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ എങ്ങടെ പോണ? ഹരിഹർ ഫോർട്ട് കേട്ടാ. ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്കൊന്നും പോകരുതില്ല, നേരെ ഹരിഹർ ഫോർട്ട് മഹാരാഷ്ട്ര. ഫുൾ ടാങ്ക് ഡീസൽ 3 പ്രാവശ്യം കേട്ടാ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, മറ്റേ കർണാടകയിൽ ഒരു ഫോർട്ട് ഇതുകൂടി ഉണ്ട്, അതുകൊണ്ടാണ് കയറാം. നിസ്സാര കിലോമീറ്റർ ഉള്ളൂ, 60 കിലോമീറ്ററല്ലേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇത്ര നാളും പോയിട്ടും ഈ ഒരു ഫീലിംഗ് കിട്ടിയിട്ടില്ല അല്ലേ? കിട്ടില്ല. ആ ലാസ്റ്റ് പക്ഷേ അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ല എനിക്ക്. ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ആ ലാസ്റ്റത്തെ 6ാമത്തെ ക്യാമ്പ് കഴിഞ്ഞിട്ടുള്ള ഇത് കിഡിലും ഒരു ഇതായിരുന്നു. വീഡിയോയിൽ ഒപ്പിയെടുക്കേണ്ടതാണ്. ഞാൻ പോകുമ്പോൾ എടുക്കുക, അല്ലാണ്ട് വേറെ വഴിയില്ല. 7 ലിറ്റർ വെള്ളം കുടിച്ചു, എന്നിട്ട് ആകെ മൂത്രം ഒഴിച്ചു പോയത് 100 മില്ലി. ബാക്കി മൊത്തം വേർപ്പിലാവേ. കോഴിക്കോട് എവിടെ? ആ ആ ആ ഇന്നലെ വന്നത്. ഇന്ന് ഇറങ്ങുന്നുണ്ടോ? ഇന്നലെ പോന്നപ്പോൾ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ പോകുന്നത്. ഇന്ന് തന്നെ ഇറങ്ങണം, 6 മണിയാകുമ്പോൾ താഴെ എത്തണം, 12 മണിക്ക് വീട്ടിലെത്തണം എന്നും പറഞ്ഞാൽ പോകുന്നത്. കണക്കിന് പോയ ചൊവ്വാഴ്ചയിൽ എത്തുന്നു എന്നുള്ള. ആ ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈമാ? സെക്കൻഡ് ടൈമാ? ഓ ആണല്ലേ? ഓക്കെ. അല്ലെങ്കിൽ പറ്റില്ല, നമ്മൾ ഇത്രയും കയറി ഇറങ്ങിയപ്പോൾ തന്നെ ടയർഡാവൂലേ? ആ അല്ല ഇറക്കമാണ്. ഷുവർ.
எங்கே வேலை எங்கே ചെന്നൈ അല്ല ജോബ് IT IT ചെന്നൈയിലാണ് ഡിഫൻസ് ഡിഫൻസാ എൻ്റെ പേരോ ഞാൻ ട്രാൻസ്ലേറ്റർ അറബിക് ഇംഗ്ലീഷ് സർട്ടിഫിക്കറ്റ് ഡിഫൻஸ்லாம் எல்லாரும் நீங்கள் மேலே போயிருக்கீங்க முடியாது ரொம்ப நாளாச்சு அவுட் ஆஃப் டச் நீங்கள் പ്രിപ്പയർഡ് മോസ്റ്റ് വാക്കിംഗ് ഇഷ്യൂസ് the step ups will actually help you. സ്റ്റെപ്പ് ഔട്ട് So daily actually that is the only exercise that they suggest for endurance. ബിഫോർ 1 month എങ്കിലും സ്റ്റാർട്ട് പണ്ണ Exactly. Previously we were allowed to go at our own leisure pace, but now ഓ we are not letting us in after 12. ലാസ്റ്റ് ടൈം ഇവിടെയൊക്കെ വാട്ടർ ആയിരുന്നോ Ah, ഫുള്ളി വാട്ടർ is it? ലീച്ച് ഉണ്ടായി So you don't climb, is it? No, I think this is your first time or second time? ഫസ്റ്റ് ടൈം ലാസ്റ്റ് ഇയർ വി ഹാവ് ഡിലേഡ് ഫോർ 1 day for applying. Oh. You applied online, is it, or you guys applied online or Online. you don't have any preference? Is it? No, we have applied and get the pass on 11/1. Ah. Within 1 minute we got the pass. You're also from Navy, right? No. I am self-employed. Own company. Nice. He is mechanical. Nice. All three are together? House together. ഗേസ് പോകുന്ന വഴിയിലൊക്കെ നമുക്ക് എലിഫന്റ് പെൻഡം കാണാൻ പറ്റും ഗേസ്. കാറ്റാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ. ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. ഇടുക്കിയിലെ കാറ്റല്ല കാറ്റ്. മുകളിൽ ഹോൾഡ് ചെയ്യാവാ 5 minutes സിറ്റ് പണ്ണാ ऊपर टॉपिल 5 minutes सिट पड़ना. முடியாது தம்பி, முடியாது ഇവിടെ എങ്ങനെ ഇരിക്കുക നീഫത്? ആരെല്ലാം ഉണ്ടോ? ഭാഗ്യം, കുറേ ആൾക്കാരുണ്ടല്ലേ? ഗ്രൂപ്പുണ്ട്, ഒരു ഫാമിലി ഉണ്ടായില്ലേ? ആരെങ്കിലും കമ്പനിക്ക് മതി. എപ്പോഴും നമ്മൾ ലാസ്റ്റ് ആയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇച്ചിരി ഹെവിയാന്ന് തന്നെ. ഗൈസ് രാവിലെ സമയം 8:30 കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ക്ലൈമറ്റ് കണ്ടാൽ അറിയാം.
കോട വന്നിങ്ങനെ മൂടിയിരിക്കുകയാണ് അഗസ്ത്യാർ മലയിൽ. എന്നാൽ നേരെ ഓപ്പോസിറ്റാണ് നമ്മളുടെ അവിടെ കണ്ടോ വെയിൽ, നല്ല വെയിൽ. ഇങ്ങോട്ടേക്കാണെങ്കിലോ അന്യായ കോട. ഓ നൈസ്. ഫിനിഷ് ചെയ്യാണ്ട് പോകുന്നത് മോശമാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കൂലേ, എന്നാലും അത്രയും ദൂരം അവിടെ പോയി 16,000 രൂപ ഡീസൽ അടിച്ച് 2,500 രൂപ ബുക്കും ചെയ്ത് എന്തോരം സാധനങ്ങൾ നമ്മൾ മേടിച്ച് എന്നിട്ട് നമ്മൾ കയറാണ്ടിരുന്ന മോശമല്ലേ? നമ്മുടെയൊക്കെ അവിടെ കഞ്ഞിക്ക് എത്ര 30 രൂപ പോട്ടെ, 40 രൂപ 50 രൂപ 175 രൂപ കൊടുത്ത് കഞ്ഞിയും കുടിച്ച് 2,500 രൂപ ഒരാൾക്ക് വെച്ചിട്ട് 7,500 പ്ലസ് അതിൻ്റെ സർവീസ് ചാർജും കൊടുത്ത് ഓൺലൈനിൽ ക്രെഡിറ്റ് കാർഡ് വെച്ച് ബുക്കും ചെയ്ത് 13-ാം തീയതി 11 മണിക്ക് കാത്തിരുന്ന് അതിന് വേണ്ട പ്രിപ്പറേഷൻസ് നടത്തി ഡെക്കാത്തലോണിൽ പോയി ഇല്ലാത്ത കാശ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങി താറ് ഉള്ള പണിയൊക്കെ കഴിഞ്ഞ് ഇറക്കി ഫുൾ ടാങ്ക് ഡീസൽ 4,000 രൂപയ്ക്ക് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് പോന്നു. ഇനി തിരിച്ചു പോകാൻ 2,000 രൂപ ഡീസലും കൂടി അടിക്കേണ്ടി വരും. അപ്പോൾ 6,000 7,500 സംതിങ്. ഇപ്പോൾ എത്ര ഇപ്പോൾ 11-12 രൂപയായി. പിന്നെ സാധനങ്ങൾ മേടിച്ചത് കഞ്ഞി കുടിച്ചത് മാത്രം ഇന്നലെ 1,000 രൂപയായി 3 കഞ്ഞി. ഇത്രയൊക്കെ പൈസ മുടക്കി നമ്മളിവിടം വരെ വന്ന് ബേസ് ക്യാമ്പിൽ വന്നിട്ട് അഗസ്ത്യാർകൂടത്തിന് മുകളിലേക്ക് കയറാണ്ട് തിരിച്ചു ചെന്നാൽ ചോദിക്കണോന്ന് പറയില്ലേ നിങ്ങൾ പിന്നെ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് പോയെന്ന് ചോദിക്കും. അപ്പോൾ പിന്നെ എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ച് കയറാം. പോയിക്കൊണ്ടിരിക്കുകയാണ്. 4-5 കിലോമീറ്റർ അടുത്ത് ആവാറായിട്ടുണ്ട്. ഹനീഫ് ടയർഡാണ്. ആരോമാർക്ക് ഹനീഫിനെ തലക്കും ഭാഗത്ത് നിൽക്കാണ്. ഇന്നലെ ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ് എത്തിയെന്നല്ല നടക്കാൻ വല്ല വെയിറ്റ്, ബാഗിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഇത്രയും സാധനങ്ങളൊന്നും ആയിട്ട് ട്രക്കിങ്ങിന് വരരുത് കാര്യം. പുതപ്പും തലയുടെ ഇതൊക്കെ ആയിട്ടൊന്നും വരരുത്. സിമ്പിളായിട്ട് ഒരു ജോഡി 1-2 ജോഡി ഡ്രസ്സ് എടുക്കുക, ചെറിയൊരു ബാഗ് എടുക്കുക, ഒരു കുപ്പി വെള്ളം എടുക്കുക. ബാക്കി എന്തുണ്ടെങ്കിലും ആ ഉള്ള ഡ്രസ്സ് രാത്രി അലക്കിയിടുക. പിന്നെ ഒന്ന് പുതയ്ക്കാനൊരു മുണ്ടോ ഒരു ചെറിയൊരു വെയിറ്റില്ലാത്തൊരു വിരിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാം. അതിനപ്പുറത്തേക്ക് യാതൊരു വിധ വെയിറ്റുള്ള സാധനവും ചുവന്നൊന്നും വരരുത്. പിന്നെ സ്നാക്സ് എന്ന് പറയാൻ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ അല്ല കാഷ്യോ അങ്ങനെ ബദാമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വാങ്ങുക. അത്രയേ പാടുള്ളൂ. ഒരു കുപ്പി പോകുമ്പോൾ വെള്ളം ഫില്ല് ചെയ്ത് പോവുക. ദാറ്റ്സ് ഇനഫ്. ഇതിപ്പോൾ 10-16 കിലോ വെയിറ്റ് ഉണ്ട് ബാഗിന്. ഗൈസ് S23 അൾട്രയും വെച്ച് സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ആളുകൾ നടന്നു പോകുന്നുണ്ടോ? ഒരാൾ ഇത് ഏറ്റവും മുകളിൽ നിൽക്കുന്നുണ്ടോ? ഒരു വെള്ളം നമ്മളിവിടെ ആ സ്വാമിയെ കണ്ടാണ്. ആ ഫോറസ്റ്റ് ഓഫീസർമാർ ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് വീഡിയോ എടുത്തടാ. അവിടെ നിന്നായി ഞാൻ അങ്ങോട്ട് തരാം. കട്ട് ചെയ്യണ്ട. ഇനി 3 കിലോമീറ്റർ ഉണ്ടോ? ഹൈറ്റ് ആണല്ലേ? അവിടെ ഫുഡ് കഴിക്കണം. അവിടെ നിന്ന് ഫുഡ് കഴിക്കുക. ആ അതെ, ഞാൻ മഞ്ഞ് കൂടുമോ?
ആ ഭക്ഷണം കഴിച്ചതിന് കുറച്ചും കൂടി ആരോഗ്യവും വേഗം കയറാം. അപ്പോൾ ഫുഡ് നമ്മൾ പാർസൽ മേടിച്ചിട്ടായിരുന്നു വന്നായിരുന്നു. അപ്പോൾ പകുതി എത്തിയപ്പോൾ നമുക്കൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് ഇനി മുകളിലേക്ക് കയറാം. തീരെ ആരോഗ്യമില്ല. അത് രാവിലെ വന്നതാണ്. ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോകണം. തന്നെ മഞ്ഞുകൂടിയൊന്നും 2 ലക്ഷം പൊട്ടും 18 ഗൈസ്. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. 2 കുറ്റി പുട്ടുണ്ടായിരുന്നു. ഫുൾ വലിയ 2 കുറ്റി പുട്ടായിരുന്നു. സത്യം പറയാലോ, പൊറോട്ടയും ബീഫൊന്നും കഴിക്കാൻ ആ ടേസ്റ്റൊന്നും ഈ പുട്ടിൻ്റെ അത്ര ഒന്നും വരില്ല കേട്ടോ. അത്രയും ടേസ്റ്റാണ്. നല്ല കടലക്കറി, വൻകടല. കാരണം 3-4 കിലോമീറ്ററായി നടക്കണം. 5 കിലോമീറ്ററായി, ഇനി 3 കിലോമീറ്റർ ഉണ്ട്. അപ്പം 5 കിലോമീറ്റർ നടന്ന് രാവിലെ വെറും കട്ടൻ ചായയും പിന്നെ ഒരു കുപ്പി വെള്ളം ആകെ കുടിച്ചാണ്. അത് കുടിച്ച് ഇവിടെ വന്ന് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ആ പുട്ടിൻ്റെ ടേസ്റ്റ്, എൻ്റെ പൊന്നോ, വായിന്ന് പോകുന്നില്ല. പിന്നെ എന്തായാലും 3 കിലോമീറ്റർ ഉണ്ട്. എത്രയും പെട്ടെന്ന് മുകളിലെത്തണം. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യണം. പാറിയിരിക്കണോക്കി അവിടെ ഉണ്ടോ? ലാസ്റ്റ് അവരെ വരുന്നത്. അവരോടും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആളില്ല. നമ്മളാണ് സെക്കൻഡ് ലാസ്റ്റ് നിൽക്കണം. ഇനി ഏകദേശം 2.5 കിലോമീറ്റർ. ഗൈസ്, പോകുന്ന വഴിയിൽ നമുക്കൊരു കുഴി കാണാൻ പറ്റും. എന്താണെന്ന് അറിയില്ല ഗൈസ്. എന്താന്ന് കൊടുത്തണ്ട ഗ്രൂപ്പില്. ഹനീഫ് കണ്ട കുഴി? ആനപ്പിണ്ടത്തിന് മാത്രമേ ഒരു കുറവില്ല ഗൈസ്. അതെ, എന്താ ആനക്ക് വയറിളക്കമാണെന്ന് സംശയമുണ്ട്. ഹനീഫ്, എന്താണ് അഗസ്ത്യാർകൂടത്തിൽ സംഭവിക്കുന്നത്? Again. So many. കഷ്ടപ്പെട്ടാലേ റിസൾട്ട് കിട്ടുള്ളൂ ഹനീഫേ. ഇത് മൊത്തം ഔഷധസസ്യങ്ങളാണ്. നമ്മൾ കാണാത്തതും കേൾക്കാത്തതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ഔഷധസസ്യങ്ങളുണ്ട്. ഹനീഫേ, ശരിക്കും ബിഗ് ബിയിലെ മമ്മൂട്ടിനെ പോലെ ഉണ്ട് നീ ചോദിച്ചപ്പോൾ. താങ്ക് യു. മമ്മൂട്ടി കാണണ്ട ആത്മഹത്യ. ഗൈസ്, നമുക്ക് ടാസ്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഈ കാണുന്ന ഹൈറ്റ് ആണ് ഗൈസ്. അത് നമ്മൾ ഓടിക്കയറുന്ന ഗൈസ്. ഹനീഫേ, നോക്കി കേട്ടോ തെന്നും. സീന, അമ്പോ അപ്പോ നിക്ക് ഇതിനെല്ലായിരുന്നു വഴി. മാർക്കൊന്നും കൊടുത്തില്ല അല്ലേ? ആ അല്ല, മാർക്കാരും ഉണ്ടോന്നു. അനിയിപ്പോൾ തള്ളല്ലേ കേട്ടോ, അല്ലേ ഇതന്നെ സ്വന്തം നടക്കാനുള്ള ആരോഗ്യമില്ല. കയറാ നിസാരം.
रेस्ट करो भैया. Real. हाँ. ഇത്രേ ഉള്ളൂ. എന്നാ എൻ്റെ അടുത്ത് നീറണ്ട. ഏതിനടി? हनीफ क्या हुआ? അര കിലോമീറ്ററിന് മുകളിലായി ഇങ്ങനത്തെ വഴി കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് ഗൈസ്. ഒരു രക്ഷയില്ല. യാതൊരു അന്ത്യമില്ല. എവിടെ എത്താം എപ്പോൾ എത്തുന്നൊന്നും ഒരു പിടുത്തമില്ല. ഗൈസ് ഇവിടെയൊക്കെ ഫ്രഷ് ആനപ്പിണ്ടം കാണാം. എങ്ങനെയാണോ ഇത്രയും ഈ കുത്തനെയുള്ള വഴി കൂടെയൊക്കെ ആന ഇറങ്ങി തന്നെ. ആനപ്പിണ്ടം ഫ്രഷ്. റോപ്പുണ്ടോ അവിടെ ഗൈസ്? അങ്ങനെ അഗസ്ത്യാർകൂടത്തിൻ്റെ ഏറ്റവും ടോപ്പിലെ റോപ്പിലേക്ക് എത്തിയേക്കാണ്. ആദ്യത്തെ റോപ്പ്. ആ ടോപ്പിലേക്ക് പോകുന്ന ആദ്യത്തെ റോപ്പ്. ഇനി ഒരു റോപ്പ് കൂടി ഉണ്ടെന്നല്ലോ പറഞ്ഞേ. നീ ആലോചിച്ച് നോക്കിയേ, മഴ പെയ്യണം, വെള്ളം വീണ അട്ടയും. എങ്ങനെ പോവാ നീഫേ? നീ പറ. നീ എങ്ങനെ പോവും? അതിനല്ലേ എലിവേഷൻ തന്നെയല്ലേ. ഗൈസ് ഇതാണ് നമ്മൾ പറഞ്ഞ റോപ്പ്. ചെറിയ റോപ്പാണ്. ഇത് പിടിച്ചിട്ട് വേണം ഗൈസ് നമുക്ക് മുകളിലേക്ക് കയറാനായിട്ട്. റെഡിയല്ലേ? വണ്ടിയുണ്ട് കയ്യില്. നിസാരം 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 നിസാരം.
ഇതിനെ പാടിയിരിക്കണം. സൂം ചെയ്തിട്ട് സൂം ഔട്ട് ചെയ്തു. കവര് ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്യണം, എന്നാലാണ് റീൽസിൽ റീച്ച് കിട്ടുള്ളൂ. വെച്ചാൽ ഇനിയുണ്ടാ മതി കട്ട് ചെയ്ത. ഗൈസ്, മുകളിലെത്താൻ പറ്റോ ഇല്ലയോ ഗൈസ്? നിങ്ങൾ നിർവചിക്കൂ. ഞങ്ങൾ മുകളിലെത്തുമോ? പോന്നോ പോന്നോ. സ്ഥലത്ത് നടന്നു 45 വേണ്ട പോയി എടാ നിക്കടാ, വീഡിയോ എടുക്കണാ. നിൽക്കുന്നു കിട്ടിയത്. Vlogging. But YouTuber is last. ഞങ്ങൾ ലാസ്റ്റായി പോയിന്നാ പറഞ്ഞ. ഇനി ആൾക്കാരുണ്ട്. ഒരു ആലുവ എവിടെ? ആ കയറിക്കോ. അതെ ആ ആരൊക്കെ അറിയിക്കോ? അയ്യോ നോക്കിയാ നോക്കിയാ ഓ അയാൾ ചുവന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? എടാ നിക്കടാ. അഞ്ചിൻ്റെ ഇരുന്നിട്ട് കയറാം.
ഇവിടെ എത്തിയില്ലേ? ഇത് കയറി കഴിഞ്ഞാൽ സീനൊന്നുമില്ല. റോപ്പ് സെറ്റ് ചെയ്യണം. വെള്ളം ഡോക്ടർ സാർ, ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളൂ. എപ്പോ നിങ്ങ 9:45. എന്നാ സാമന ഞങ്ങള് ഇന്ന് റിട്ടേൺ ഇല്ല, നാളെ ഉള്ളൂ. ടയർഡ്. ആർ യു ഗോയിങ് ടുഡേ? Oh. Then where is Sami? Sami is doing meditation there. Meditation. Sami will sit for 2 hours. He will come after 2 hours. Then Stay today only. we can see the Agastya Muni. Where? And the Top. big, Okay. Any temple or? temple is a statue there. Okay, okay. நீங்க போகும்போது உங்க பெட் கொடுப்பீங்களா? എൻ്റെ ബാഗ് അറിയോ? Last 3. എൻ്റെ ബാഗ് അറിയോ? Ah. എൻ്റെ ബാഗ് നിങ്ങളുടെ സീറ്റിൽ വെച്ചേക്കോ. Okay. ബാഗും ആ സ്ലീപ്പിംഗ് ബാഗും. Last corner 3. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഉള്ള Sir. നിൽക്ക് ഒരു മിനിറ്റ്. ആർമി ബാഗില്ലേ, അതൊന്നും നിങ്ങളുടെ അവിടെ വെച്ചേക്കട്ടോ. Okay, okay, sir. I'll do it. ആ ആർമി ബാഗും സ്ലീപ്പിംഗ് ബാഗ് 2 സീറ്റിലായിട്ട് വെച്ചേക്കട്ടോ. ഓക്കെ ഓക്കെ. Entrance le irukla ungala. ആ ഞങ്ങളവിടെ എത്തുമ്പോൾ ഒരു 4 മണിക്കോ. അപ്പോൾ Seri, okay. Na poidu vachu. ഓക്കെ ഓക്കെ ഓക്കെ. Thank you, sir. Bye, sir. ഹൗ ടു ഗോ? ബസ്? Bus only. വിച്ച് ടൈം? Trivandrum. From Trivandrum I'll take bus. ബോണക്കാട് ടു വിതിര? To Vidra I have to make some arrangement. ഓക്കെ ഓക്കെ. I got one taxi number also. That taxi person who Ah. came with the taxi, auto. Ansi. I got his number. He will come. He will come. Okay, sir. Okay. Bye, sir. All the best. Bye, sir. ఓకే. ఇక్కడ നോക്കല് സ്ഥലം വേണ്ടേ? ഇന്ത്യയുടെ മോനെ ഇന്നിറങ്ങണോ? അതല്ല, ഇന്ന് താഴത്തേക്ക് ഇറങ്ങോ? നാളെ പോളൂ. എവിടെ സ്ഥലം? എവിടെ? തെങ്കാശി. നിങ്ങൾ
കേറണ ഞാൻ ഇവിടെ തൊട്ടാ അതെ ആ ആ ട്രാവൽ ഓട്ടോബയോഗ്രഫി പിക്കറ്റ് സ്റ്റേഷൻ അല്ലേ അവിടെ ഒരു താരം എടുക്കണം ഒന്ന് സൈഡിലായിട്ട് പേര് ജസ്റ്റ് ലുക്ക് സ്വാമി എങ്ങനെ ഊപ്പറില് അച്ഛേ ഒരു റോപ്പ് കൂടി ഉണ്ട് ആർ യു ഗോയിങ് ടുഡേ റിട്ടേൺ Trying to try. യുവർ ഡോക്ടർ ഗോയിങ് നൗ Yeah. 5 minutes That's okay. ഒരു പണി നീ ഐഫോൺ മുകളിൽ പോക്കറ്റിൽ ഇട്ടു എങ്ങനെയും കയറ്റി വെച്ചിട്ട് മുകളിൽ പോയി ഇതിൽ ഞാൻ നിനക്ക് പോർട്രേറ്റിൽ എടുത്തരാം എടുത്തെടുത്തോ ഐഫോൺ എടുത്തില്ല ഉണ്ടോ ഓയിൻമെന്റ് ഉണ്ടോ എന്റെ ഉണ്ട് ആ സ്പ്രേ ഉണ്ടല്ലേ ഓക്കെ ഗൈസ് അങ്ങനെ ഒരു റോപ്പും കൂടി നമുക്ക് കയറാനുണ്ട് 10 മിനിറ്റ് കൂടി ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അഗസ്ത്യാർകൂടത്തിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തും 10 മിനിറ്റ് ഒരു റോപ്പ് കൂടി കയറാനുണ്ട് 8 കിലോമീറ്റർ രാവിലെ മുതൽ നടക്കുന്നതാണ് ഗൈസ് ടയർഡായി 11:30 ആയി സമയം 12 മണിക്ക് മുമ്പ് മുകളിലെത്തണം അത് കഴിഞ്ഞാൽ 12:30 വരെയാണ് അവിടെ അലൗഡ് ഉള്ളൂ 12 മണി വരെ ഉള്ളൂ പിന്നെ വന്നവർക്ക് പിന്നെ 10-15 മിനിറ്റ് കൂടി ഒരു കൂടുതൽ സ്റ്റേ ആക്കിയിട്ട് താഴത്തേക്ക് ഇറക്കി വിടും ബിക്കോസ് വീണ്ടും 8 കിലോമീറ്റർ താഴത്തേക്ക് നടന്നാലാണ് 5 മണിക്ക് മുമ്പായിട്ടെങ്കിലും നമുക്ക് ബേസ് ക്യാമ്പിൽ എത്താൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് 12 മണി വരെ അലൗഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നടക്കാം അമ്പ് അടിപൊളി കാട് ഗൈസ് ലാസ്റ്റ് റോപ്പാണ് ഇതും കൂടി കയറി കഴിഞ്ഞാൽ മുകളിലാണ് നമ്മളുടെ അഗസ്ത്യാർകൂടം ടോപ്പ് വ്യൂ പോയിന്റ് അഗസ്ത്യാർ മുനി തപസ്സി അനുഷ്ഠിച്ചിരുന്ന ആ ഒരു വിഗ്രഹം നമുക്കിവിടെ കാണാൻ സാധിക്കും ആ ഇന്ന് ഇറങ്ങാണോ മൊത്തം താഴത്തേക്ക് ഇറങ്ങും താഴത്ത് മേക്കും 3 മണി 4 മണിയാവും ഏറ്റവും താഴെ
എത്രയാവൂന്ന് എനിക്ക് അറിയില്ല. പുള്ളി പറഞ്ഞത് ഒരു സ്പീഡ് വെച്ച് ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ 2 എത്തും എന്നാ പറഞ്ഞത്. ഞാൻ ജസ്റ്റ് ബാക്ക് ചെയ്ത് ഇറങ്ങിയത് അത്രേ ഉള്ളൂ. പോരട്ടെ? അവിടെ നിന്നോ, സാധാ പോലെ നിന്നോ? 2 മണി വരെ കഴിച്ചിട്ടുള്ളൂ എന്നാ പുള്ളി പറഞ്ഞത്. എന്തായാലും പയ്യെ ഞങ്ങൾ Are you going today? No, No. but I enjoyed. Let me spend 1 to 1.5 hours. You will stay in base camp Base camp only. tomorrow. Tomorrow. Then we can go together. Jeep to Vidra. Okay. Doctor and Sami today will go. Not they told today. Okay. நீங்கள் ஹெல்ப் பண்ணீங்களா? Before 1 hour I have meet Okay. doctor. Then he said today we will go. இருந்தா Sir, let me drop in Nedumangadu. Nedumangadu. Nedumangado. ಅದು Vidura, Nedumangadu, Tiruvandrum. We are going to Trivandrum. Okay, then we will stop Vidura. Vidura. ಇದರಲ್ಲಿ ಸ್ವಲ್ಪ Vidura, Punalur. Oh, That route. Then go to Muachura, Ernakulam. நீங்க Changanashiri. பேஸ் கேம்ப்ல எத்தும்போது 3 பெட் இருந்தா அங்கே இருக்குது நிறையா. இப்போ வந்தீங்கன்னா ஃப்ரீயாக இருக்கும். நாங்க வரணும் டைம் ஆகுது. ஓகே, நான் அங்கே போய் ஆக்குபை பண்ணி வைக்கிறேன். ஓகே, அது நான் Vidura, Nedumangadu, then Tenkasi. അങ്ങനെ are you going to train? No bus. Tenkasi. Tenkasi. Okay, so இல்ல bus only. ட்ராண்டத்துல நான் எப்படி போறேன்? திருவனந்தபுரத்தில் நான் திருவனந்தபுரமே நான் போக மாட்டேன். நெடுமங்காடுலேருந்து தென்காசி பஸ்ஸு. Okay. திருவனந்தபுரம் நெடுமங்காடு அப்படி இந்த ரூட்டில் தான் போகும். திருவனந்தபுரத்துலேருந்து வர பஸ்ஸு நெடுமங்காடு வழியாக தான் போகும். ஸோ பிரதர், டோன்ட் வேஸ்ட் டைம். Okay. ഗൈസ്, അങ്ങനെ അഗസ്റ്റാർ കൂടെ ഞങ്ങൾ മുകളിലേക്ക് കയറുകയാണ്. ഗൈസ്, ലാസ്റ്റ് മൂവ്മെന്റ്. Within seconds we will reach on top of അഗസ്ത്യാർകുടം. ഞങ്ങൾ നിസാര മിനിറ്റുകൾക്കുള്ളിൽ അഗസ്ത്യാർകുടത്തിന്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിച്ചേരുകയാണ്. ആ 8 പേര് അടുത്തുണ്ട്. ഈ താഴെ റോപ്പത്തി ലാസ്റ്റ് റോപ്പത്തി. ഞാൻ 2 ദിവസം നിന്നിട്ട് വരുമ്പോഴെല്ലാം സി അല്ലേ കേട്ടാ? ഞാൻ 2 ദിവസം നിന്നിട്ട് വരുമ്പോൾ എല്ലാം സി ഉണ്ട്. ബ്ലൂടൂത്ത് ഒക്കെ കണക്ട് ചെയ്യണം. ചാർജ് ഇറങ്ങണം. ചാർജ് കിട്ടണ്ടേ? ഇവിടെ 18-ാം തീയതി പോയി. സെൽഫി വിത്ത് മുനീന്ന് മുനീന്നിടുമ്പോ ചെറുതായിട്ട് മുനീറാവട്ടെ. എന്ത് പറ്റി രമണ? ഗൈസ്, അനീഫിന്റെ കാലിൽ നീരാണ് ഗൈസ്.
വെള്ളം കിട്ടും കുടിക്കല്ലേ 5 ഡോം. വൈദ്യനാണ് വൈദ്യം ഭയങ്കര പണിയാ. 10 മിനിറ്റ് ഉണ്ടെങ്കിൽ താഴെ സാറിന്റെ പേര്? എന്റെ പേര് മേരിദാസൻ. ഏ മേരിദാസൻ. മേരിദാസൻ. അതെല്ലാരും അടുപ്പമുള്ളവര് മേരി സാറെന്ന് വിളിക്കും. അല്ലാത്തവര് പറ്റണോ? സുന്ദരാണ്.